We are tools to make a cinema. മമ്മൂട്ടി സർ മീറ്റ് ചെയ്തിട്ട് അവരുടെ സെലക്ഷൻസും അവരുടെ തോട്ട് പ്രോസസ്സും ഓൾമോസ്റ്റ് ഹോപ്ഡ് ആവും. എന്താ വെച്ചാൽ ഞാൻ അവിടെ എയർപോർട്ടിൽ വരുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എൻ്റെ ഡയറക്ടർ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ അവർക്ക് ലാസ്റ്റ് മൊമെന്റിക്ക് ഒരു കോൾ വന്നു, ഒരു ചെറിയ ടെക്നിക്കൽ ഒരു ഗ്ലിച്ച് ഉണ്ട്, അങ്ങനെ അവർ അത് കറക്ഷൻ ചെയ്യാൻ അവർ തിരിച്ചു പോയി. അങ്ങനെ അവർ ഇല്ലെങ്കിൽ അവർ he would have joined here. And the moment I landed, I told ഇതെൻ്റെ ഇന്നൊരു ഹോം ടൗൺ ആണ്, ഇവിടുത്തെ ആൾക്കാരും പ്രസ് ആൾക്കാരും എല്ലാ പിള്ളേരും എനിക്കറിയും. സോ ഐ ഫീൽ സോ ഗുഡ് ടു ബി ഹിയർ. ഇവിടുത്തെ ഫുഡും ഇവിടുത്തെ കൾച്ചറും ഇവിടുത്തെ ആൾക്കാരും ഇവിടുത്തെ സ്നേഹം എല്ലാം അല്ലേ. സോ താങ്ക് യു സോ മച്ച് ഫോർ ഓൾവേസ് ബീയിങ് വിത്ത് അസ് ആൻഡ് സ്പെഷ്യലി വിത്ത് മീ. എൻ്റെ ഇവിടുത്തെ എല്ലാ പടങ്ങളും നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഗരുഡഗമന എത്രത്തോളം ഇവിടെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്കും അറിയും. സോ അതിക്ക് നന്ദി. സോ ഇതെൻ്റെ പ്രൊഡ്യൂസറാണ്. സോ ഒരു ടെംപ്ലേറ്റ് ഉണ്ട്, ഒരു പാൻ ഇന്ത്യ പടങ്ങൾ പറഞ്ഞാൽ ഒരു എക്സ്പോഷൻ വേണു, ഫൈറ്റ് വേണു, അതും വേണു, ഇതും വേണു, ഇതെല്ലാം ഈ സ്ക്രീനിൽ കാണാറുണ്ട്. പക്ഷേ ഇത് ടെംപ്ലേറ്റ് പടം അല്ല. സോ all the things that happen on screen is because to tell a story. So I'm so fortunate ഇതിൽ എനിക്ക് 2 സൂപ്പർ സ്റ്റാർസിന്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടി. ഡോക്ടർ ശിവരാജ് കുമാർ, പിന്നെ എൻ്റെ ഫേവറേറ്റ് ഡയറക്ടർ റിയൽ സ്റ്റാർ ഉപേന്ദ്ര. സോ ഇതെൻ്റെ ഭാഗ്യമാണ്. ആൻഡ് ലൈക്ക് ഓൾവേസ് എവറി ടൈം വി ഡു ഫിലിം വി ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ആൻഡ് ഫോർച്ചുനേറ്റ്ലി ദേ ടു ട്രസ്റ്റ് us, വേഫേറേഴ്സ്. അവിടുത്തെ എല്ലാ ആൾക്കാർക്കും എൻ്റെ നന്ദി. ദുൽഖർക്കും പിന്നെ ദേവൻ, വിജയ്, എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ആൻഡ് ബിക്കോസ് ഓഫ് ദം വി ആർ ഹിയർ. അവിടെ കന്നഡത്തിൽ ഈ പടം 25th റിലീസ് ആൻഡ് ഹിയർ ഇറ്റ് വിൽ ബി റിലീസിങ് ഓൺ 1st. ബിക്കോസ് അവിടെ കാണുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാവും അതിൻ്റെ റെസ്പോൺസ് എത്രത്തോളം നന്നായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന്. പക്ഷെ അത് ഇവിടെ ട്രാവലാവും. അപ്പം നാച്ചുറലായിട്ട് ഈ പടത്തേക്ക് ഒരു അത്ര വലിയ റെസ്പോൺസ് കിട്ടിയാൽ ഇവിടെ വലിയ റെസ്പോൺസ് നിങ്ങളിൽ കിട്ടും. It should be honest, it should travel honestly is what we believe as a team. മൾട്ടിപ്പിൾ അല്ല, 2 സൂപ്പർ സ്റ്റാർ പിന്നെ ഒരു ആക്ടർ ഉള്ളൂ, അത്ര ഉള്ളൂ. ഇല്ല മോനെ, ഇല്ല, നോ വേ. ലൈക്ക് അവരാണ് ലെജൻഡ്സ്. ഞാൻ ഇപ്പൊ എൻ്റെ ഒരു ഡെക്കേഡ് പോലെ ആയില്ലേ. ജസ്റ്റ് I have done handful of films, that's all. They are superstars. I have watched them grow and see them shine. എന്താ വെച്ചാൽ എപ്പോഴും എല്ലാവർക്കും ആക്ടർ ആയാലും സ്റ്റാർസ് ആയാലും അവർക്ക് എല്ലാവർക്കും സ്റ്റോറി വേണം അല്ലേ. അപ്പോൾ അവർ ഡെബ്യൂട്ട് എന്താ ഇല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ്ഡ് അത് മാറ്റർ ആവില്ല. സോ ബെറ്റർ പ്രൂഫ് എന്തുണ്ട് അത് കാണുമ്പോൾ തന്നെ ഇതെപ്പോ ചെയ്തു, ഇതെങ്ങനെ ചെയ്തു, അത് കംപ്ലീറ്റ് ഡബിങ് ചെയ്തിട്ട് DTS ചെയ്തു 5.1 ഓൾസോ ഹി മിക്സ്ഡ് ഇറ്റ്. ഐ തിങ്ക് അതിന്റെ സ്റ്റോറി എല്ലാവർക്കും അട്രാക്ട് ആയി. പിന്നെ എന്താ വെച്ചാൽ ഇത് നമ്മുടെ ചെറുപ്പകാലത്തിൽ അവിടെ കർണാടകയിൽ ശിവരാജ് കുമാർ പിന്നെ റിയൽ സ്റ്റാർ ഉപേന്ദ്ര അവരൊരു കൾച്ചറൽ ഐക്കോൺസ് ആണ് നമുക്ക്. അപ്പോൾ ആ 2 ക്യാരക്ടേഴ്സും വേറെ യാരും റിപ്ലേസ് ചെയ്യാൻ അത് പാടാ. ഐ ഡോണ്ട് തിങ്ക് എനിബഡി ക്യാൻ റിപ്ലേസ് ദം ഇൻ ദിസ് ഫിലിം. സോ അവരുടെ ഇമേജും അവരുടെ ഒരു സ്വാഗും അതെല്ലാം പിടിച്ചിട്ടാണ് അവരിത് എഴുതിയിട്ടുള്ളത്. So the moment somebody reads it of that caliber, they can judge, okay, this director has worked a lot. So maybe they accepted that because of that reason. I accepted it because of the preparation he had done and the importance that my role had. Yeah. So വലിയ ഒരു പ്രത്യേകത, നോർമലി ഒരു വലിയ പടം ചെയ്യുമ്പോൾ എപ്പോഴും ടെംപ്ലേറ്റിൽ അത് വരണം, ഇല്ലെങ്കിൽ അത് നമുക്ക് കൺവിൻസ് ചെയ്യാൻ കുറച്ച് പാടാണ്. പക്ഷെ ഈ പടം അങ്ങനെയല്ല. അത് വേറെ അഡ്വെഞ്ചർ സോണിൽ പോകുന്നത് അങ്ങനെയല്ല. സ്റ്റോറി തന്നെ അങ്ങനെ പോകും. സ്റ്റോറി ഒരു കോമൺ മാൻ്റെ ലൈഫ് വേറെ എക്സ്ട്രോർഡിനറി പീപ്പിൾ എക്സ്ട്രോർഡിനറി സിറ്റുവേഷൻ പോകുമ്പോൾ വേറെ ഡയമെൻഷനിൽ പോകും. അതാണ് വിഷ്വലൈസ് ചെയ്തത്. സോ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് there because we wanted to achieve a film like other film. അതങ്ങനല്ല. ഇതിന്റെ സ്റ്റോറിയിൽ ഒരു പ്രത്യേകത ഉണ്ട്. അത് അച്ചീവ് ചെയ്യാൻ നമുക്ക് ഈ ഒരു ട്രാവൽ വേണം. So that is the reason. And when he cut the trailer, he wanted to hide all the stories without telling the stories. അതിന്റെ വിഷ്വൽ ഗ്രാൻഡിയർ മാത്രം കണക്ട് ചെയ്തിട്ട് അത് ട്രെയിലർ റിലീസ് ചെയ്താൽ മതി. അതാണ് അവരുടെ ഡിസിഷൻ. സോ ദാറ്റ് ഞാനിത് കുറേ ഇന്റർവ്യൂസിലും കുറേ ആൾക്കാർക്കും പറഞ്ഞിട്ടുണ്ട്.
മമ്മൂട്ടി സർ മീറ്റ് ചെയ്തിട്ട് അവരുടെ സെലക്ഷൻസും അവരുടെ തോട്ട് പ്രോസസ്സും അത് കേട്ട ശേഷം ഐ എം തിങ്കിങ് ഡിഫറെൻ്റ്ലി. ഇപ്പോൾ ഏത് ചോയ്സസ് ഉണ്ടെങ്കിലും അതിൽ അവരുടെ ഒരു ഇൻഫ്ലുവൻസ് 100% ഉണ്ട്. ഒരു ഇത്ര വലിയ സൂപ്പർ സ്റ്റാർ, ഇത്ര ആക്യുലേറ്റ്സും, ഇത്ര നാഷണൽ അവാർഡ്സും, ഇത്ര സ്റ്റേറ്റ് അവാർഡ്സും എല്ലാം അച്ചീവ് ചെയ്തിട്ട് ഇന്നും എക്സ്പെരിമെന്റിങ് ആണ്. സോ ആ ഒരു ക്വാളിറ്റി ഉണ്ടല്ലേ, അത് ഐ തിങ്ക് ദാറ്റ്സ് ബ്രില്യൻറ്റ്. We are not imitating or mocking or anything. We are just thinking, oh, somebody is a legend and he does it right. I need to think that way so that, like, you know, I fall in the category of choosing good characters. Yeah. നമ്മളായിട്ട് തന്നെ എൻജോയ് ചെയ്ത് സ്റ്റേജിൽ ഡാൻസ് കളിക്കുമ്പോൾ അത്ര എൻജോയ് ചെയ്യില്ല, വേറെ എന്ത് ചെയ്യാൻ പറ്റും. സോ ഡാൻസ് എനിക്ക് വളരെ ഇഷ്ടമാണ്. So when you do dance for yourself, I think I'm very happy. പക്ഷെ എന്താ വെച്ചാൽ ഇപ്പോൾ അലിയൻ സോങ് തന്നെ, ഐ മീൻ ഇറ്റ് ഈസ് നോട്ട് ദെയർ ഇൻ ദ ഫിലിം. അതൊരു പ്രൊമോഷൻ്റെ ഒരു ഇതാണ്. അത് നാച്ചുറൽ ആയിട്ട് ഫ്ലോ ആയി. എന്താ വെച്ചാൽ നമ്മുടെ കർണാടകയുടെ റിലീസായ ശേഷം അത് വളരെ വലുതായിട്ട് അക്സെപ്റ്റ് ചെയ്തു. ഫോർ ദാറ്റ് ഐ ഹാവൻറ്റ് താങ്ക്ഡ് കേരള ആൻഡ് താങ്ക് യു സോ മച്ച്. സോ അപ്പോൾ ആ ഒരു സോങ്, ആ പടത്തിൽ ഒരു വൈറാലിറ്റി, അത് ഏത് സോങ്, എന്താ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അവർക്ക് അറിയില്ല. അപ്പോൾ അത് സോ വി ഹാഡ് ടു റിലീസ് ഇറ്റ്. അപ്പൊ റിലീസ് ചെയ്യുമ്പോൾ വെറുതെ വിട്ടാൽ അതിനൊരു ഫൺ ഇല്ലല്ലോ. അപ്പൊ ഞാൻ തന്നെ കൊറിയോഗ്രാഫ് ചെയ്തു, ആരുമില്ല, വെറുതെ ഇവിടെ തന്നെ കൊറിയോഗ്രാഫ് ചെയ്തു, വെറുതെ ഷൂട്ട് ചെയ്തു, പക്ഷെ അത് വൈറലായി. സോ ദാറ്റ് ഇസ് ഹൗ തിങ്സ് ഹാപ്പൻ. പക്ഷെ ഇതില് ആ ഒരു ലാസ്റ്റ് ഹുക്ക് സ്റ്റെപ്പ് എന്താണ്ട്, അത് 3 ക്യാരക്ടറുടെ 3 പടത്തിന്റെ സിഗ്നേച്ചർ സ്റ്റെപ്പാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ജോഗി പടത്തിന്റെ ശിവരാജ് കുമാർ സാറുടെ ഒരു സ്റ്റെപ്പ്. അതിൽ ആ ഒരു സ്റ്റെപ്പ് ഒരു ഇമോഷണൽ കണക്ട് ഉണ്ട്. അപ്പോ അവിടുത്തെ ആൾക്കാർക്ക് അറിയും അത് എന്താ സ്റ്റെപ്പ്. സെക്കൻഡ് ആക്ച്വലി ഫ്രം ഉപേന്ദ്ര. സോ ആ സോങ്ങിന്റെ പേര് MTV സുബ്ബുലക്ഷ്മിയെ. സോ വെരി ഓൾഡ്, ഇറ്റ്സ് എവറിഥിങ് ഇസ് എ ലൈ ഇസ് ദ മീനിങ് ഓഫ് ദ സോങ്. സോ വെൻ ഉപേന്ദ്ര ഡസ് ദ സ്റ്റെപ്പ് എവറിബഡി നോസ് വാട്ട് ടു എക്സ്പെക്ട്. ആ ലാസ്റ്റ് പോർഷൻ ഇവിടെയും കുറെ ആൾക്കാർക്ക് അറിയും. അത് ഗരുഡ ഗമനയുടെ ഒരു ടൈഗർ ഡാൻസിന്റെ ഒരു പോർഷനാണ്. സോ ദാറ്റ് ഡയറക്ടർ അങ്ങനെ ഒരു ഇത് ചെയ്തിട്ട് അത് വൈറലാക്കി. ഫോർച്ചുനേറ്റ്ലി ഇറ്റ് വർക്ക്ഡ്. യാ, ഇമോഷണൽ സീനിൽ അവർ എനിക്ക് ഒരു ഡയലോഗ് പോർഷൻ, മോണോലോഗ് വരും ശിവരാജ് കുമാർ സാറുടെ. അപ്പോൾ ഞാൻ എൻ്റെ ബാക്ക് ഷോട്ടാണ്, അവരുടെയും ബാക്ക് ഷോട്ട്. പക്ഷെ ആ വോയിസ് കേൾക്കുമ്പോൾ എനിക്ക് തോന്നി, ഓ മോസ്റ്റ്ലി ഐ മീൻ തിയേറ്റർ. എൻ്റെ ചെറുപ്പകാലത്തിലും അത് തന്നെയല്ലേ എൻ്റെ മെമ്മറിയിൽ. ആ വോയിസ് കേൾക്കുമ്പോൾ ഞാൻ എപ്പോഴും തിയേറ്ററിലെ. സോ ദാറ്റ് ഐ റിയലൈസ്ഡ്, ഓക്കെ ഐ എം സോ ഫോർച്ചുനേറ്റ്. ഇപ്പോൾ ആളുടെ കൂടെ നിന്നിട്ട്, സോ ഐ ആം ആക്ടിങ് ആൻഡ് ഹി ഈസ് ടെല്ലിങ് ദ ഡയലോഗ് ആൻഡ് ഹി ഈസ് ടെല്ലിങ് ഇറ്റ് ടു മീ ദ ക്യാരക്ടർ. അത് വളരെ ഹാപ്പി മൂമെന്റ് ആണ്. പിന്നെ ഉപേന്ദ്ര സർ അവരുടെ അടുത്ത് ഞാൻ ഈ